ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലൈൻഡ് ബാഗ് അൺബോക്സിങ് ആണ് ചെയ്യുന്നത്. ഇത് DIY ആയിട്ടുള്ളൊരു ബ്ലൈൻഡ് ബാഗാണ്. അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഹാൻഡൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്യുന്ന സൗണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ഞാനത് അതായത് പുറത്തുള്ള സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതൊക്കെ ആട്ടോ നമ്മുടെ ബ്ലൈൻഡ് ബാഗിലുള്ളത്: കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി. അപ്പോൾ ഇത്രയും സംഭവം കേട്ടോ. ബാക്കിൽ ജനലിൻ്റെ സൗണ്ടാണ് കേട്ടോ, അത് ഇഗ്നോർ ചെയ്യുക ജസ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയത് എന്താണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയത് ബ്ലൂ കളറാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, അത് എപ്പിക്കാണ് കേട്ടോ. ബ്ലൂ കളർ എപ്പിക്കാണ്. അതെങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എപ്പിക് എന്നാണ് ഞാൻ പറയുന്നത്, എപ്പിക്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നെയിൽസാണ് വരുന്നത് കേട്ടോ. നെയിൽസ് ഞാൻ ജനൽ തുറന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുറത്തുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. ബാക്കിൽ കാറൊക്കെ പോകുന്ന സൗണ്ടുണ്ട്, എനിക്കറിയാം അത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെയിൽസ്. ഞാനൊരു ഓർഡറിലാട്ടോ കൊണ്ടുവന്നത്. പിങ്ക്, വൈറ്റ്, ബ്ലൂ, വൈറ്റ്, പിങ്ക്, ഈ ഒരു ഓർഡറിലാണ് ഞാൻ അത് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കയ്യിലകത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതെടുക്കാൻ ഞാൻ പെട്ടൊരു പാടുണ്ട്. എന്നെ പിടിച്ച് വലിച്ചൊക്കെയാണ് ഞാൻ എടുത്തത്. കാര്യം നെയിൽസ് പേപ്പർ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനാണെങ്കിൽ കവറൊന്നും ചെയ്തിട്ടില്ല, സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പം അത് സെല്ലോ ടേപ്പുമായിട്ട് ഒട്ടിപ്പോയി, ബാക്കിൽ ഒട്ടിച്ചിരുന്ന. അതേപോലെ തന്നെ ചാംസ്, എൻ്റെ ഭഗവതി, ഇത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് കിടന്ന് കഷ്ടപ്പെട്ട ഒരു പാടുണ്ട്. ഈ നെയിൽസ് കാരണം ചെയ്യാൻ പറ്റില്ല. ഞാനാണെങ്കിൽ നല്ല എസ്തെറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അത് പോയി കിട്ടി. അകത്തുള്ളതൊക്കെ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് അവസാനം പിടിച്ച് വലിച്ചൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത്. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ എല്ലാം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. വിരലൊക്കെ വെച്ചിട്ട് എല്ലാം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതൊന്നും അല്ല രസം. അതിൻ്റെ ഇടയിൽ ഒരെണ്ണം പോയി. ഇതൊന്നും അല്ല രസം. വേറൊരു രസം കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ശരിയാക്കി എല്ലാം റെഡിയായി എന്ന് വിചാരിച്ച് നമ്മളടുത്ത സ്റ്റിക്കർ എടുത്തപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റിക്കർ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അത് നെയിൽസിൽ നിൽക്കത്തില്ല. വലിയ നെയിൽസ് ആയതുകൊണ്ട് അതിൽ നിൽക്കത്തില്ല പിടിച്ചാലും. പേപ്പറും കൂടെ അല്ലേ. അപ്പോൾ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഈ നെയിൽസ് അത്രയും കൂടെ അങ്ങോട്ട് എടുത്ത് മാറ്റി. എന്നിട്ട് ആ സ്റ്റിക്കേഴ്സ് അത്രയും എടുത്ത് ആ നെയിൽസിലേക്ക് ഒട്ടിച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ വിരലിലേക്ക് എടുത്തിടുന്നത്. കാര്യം ഞാൻ അത് കാണിക്കുന്നുണ്ട് ഇതിൽ. ഞാൻ എല്ലാത്തിലും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. വൈറ്റിൽ ഞാൻ 2 വൈറ്റിലും 2 ഇതേപോലത്തെ സെയിം ഹാർട്ടാണ് വയ്ക്കുന്നത്. ഞാൻ ആദ്യം ഇട്ടപ്പോൾ മാറിപ്പോയി. ഞാൻ ഇൻഡെക്സ് ഫിംഗറിലായിരുന്നു ഇട്ടത്, അത് മാറിപ്പോയി. എന്നിട്ട് ഞാൻ റിംഗ് ഫിംഗറിലോട്ട് തന്നെ മാറ്റി. എന്നിട്ട് ഈ ഒരു വലിയ ഇതാട്ടോ ഞാൻ ആ സെൻറ്ററിൽ വയ്ക്കുന്ന അതിനെടുത്തത്. മിഡിൽ ഫിംഗറിലെ ബ്ലൂ കളറായിട്ടുള്ള നെയിൽസിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തത് ഒരു പിങ്ക് കളറിലെ ട്യുലിപ്പാണ്. ട്യുലിപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിങ്ക് കളർ ട്യുലിപ്പാണിത്, ട്യുലിപ്സ് ഫ്ലവർ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഈ പുറത്ത് പോകുമ്പോഴത്തേക്കുള്ള കാറിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പിങ്കിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഒരു ലാവൻഡർ കളറിലുള്ള ട്യൂലിപ്പാണ് കേട്ടോ. ലാവൻഡർ കളറിലുള്ള ട്യൂലിപ്പാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല രസമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നാലും നല്ല രീതിയിൽ എനിക്ക് ഇത് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് ഈ ഒന്നാമത്തെ ആണിത്. ഈ ലാവൻഡർ ഒന്നാമത്തെ ആട്ടാ. ഈ ലാവൻഡർ നേരെയാക്കാനായിട്ട്, ലാവൻഡർ കളർ ട്യൂലിപ്പ് നേരെയാക്കാനായിട്ട് ഞാൻ കുറേ നേരം എടുത്ത് എൻ്റെ വിരലിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നത്. ഞാൻ സ്പീഡിലിട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നാത്തത്. ഇതാട്ടോ നമ്മുടെ ലാവൻഡർ കളറിലെ ട്യൂലിപ്പ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട് അത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇത് ഞാൻ ഒരു പാറ്റേണിലാട്ടോ പോയിരിക്കുന്നത്. സ്റ്റിക്കറും ഒരേ പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ആ കളർ വൈസും ഒരേ പാറ്റേണിലാട്ടോ പോയിരിക്കുന്നത്. സ്റ്റിക്കറിൽ പോയിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് തം ഫിംഗറിൽ ഹാർട്ട്, ബേബി ഫിംഗറിലും ഹാർട്ട്,
പിന്നെ ഇൻഡെക്സ് ഫിംഗറിൽ ലാവൻഡർ കളർ ട്യൂലിപ്പും പിന്നെ റിംഗ് ഫിംഗറിലും ലാവൻഡർ കളർ ട്യൂലിപ്പ് പിന്നെ മിഡിൽ ഫിംഗറിലായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് കളർ ഒരു സർക്കിൾ പോലത്തെ ഒരു ഓവൽ ഷേപ്പിലുള്ള ട്യൂലിപ്പാട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഞാൻ ഫൈനൽ ലുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ബായ്.